തൃശൂർ ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് 2 പേർക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി അക്കര സ്വദേശി ഷാജു, മകൻ അർണോൾഡ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഓഫീസ് ജോലികൾ ചെയ്യുകയായിരുന്നു ഇവർ. താൽക്കാലികമായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം 20 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, ഈ അപകടത്തിൽ പരിക്കേറ്റ 2 പേരുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ദേവിക, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്ന പ്രദേശത്ത് ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായത്. അതായത് ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയും വിശ്രമിക്കുന്നതിന് വേണ്ടിയും താൽക്കാലികമായിട്ട് ഈ പരിസരത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിട സമുച്ചയമാണ്. അതായത് ഈ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് 30 അടി താഴ്ചയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് അക്കര സ്വദേശികളായിട്ടുള്ള ഷാജു, മകൻ അർണോൾഡ് എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതായത് ഇവരുടെ 2 പേരുടെ പേരിലാണ് ഈ വസ്തു ഉള്ളത്. ഈ വസ്തു ലീസിന് എടുത്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതുപോലൊക്കെ ഒരു വലിയൊരു മാളിന്റെ നിർമ്മാണം ഈ ചാലക്കുടിയിൽ നടത്തുന്നത്. അതായത് ഈ മാളിന്റെ നിർമ്മാണം തുടങ്ങിയ ഘട്ടം മുതൽ പ്രദേശവാസികൾ വലിയൊരു ആരോപണവും പരാതിയുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാതെയാണ് ഇവിടെ ഇത്തരത്തിൽ വലിയൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചതെന്നാണ് നാട്ടുകാർ അന്ന് തന്നെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ അധികൃതരുടെ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇവിടെ വലിയൊരു നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. എന്തായാലും അതിന്റെ പ്രാരംഭഘട്ട നടപടികൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിലുണ്ടാവുന്നു. ആ സ്ഥലത്തിന്റെ ഉടമകൾ തന്നെ ഈ മണ്ണിനടിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വലിയ പണിപ്പെട്ടാണ് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഈ മണ്ണിനടിയിൽ പോയവരെ വലിയ പണിപ്പെട്ടാണ് ഇതിന് പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇരുവരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അർണോൾഡിന്റെ കൈകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പിതാവായിട്ടുള്ള ഷാജുവിന്റെ പരിക്ക് സാരമുള്ളതല്ല. എന്തായാലും ഇപ്പോൾ തന്നെ വലിയൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതായത് വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളില്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടരരുത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുവഴിയുള്ള ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്കുള്ള റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു ആരോപണത്തെ തുടർന്ന്, ഈ ഒരു പരാതിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ദേവിക, ശരി.